മുതലാളി ഇത് അതെ നന്ദിച്ച, ഗുരു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കായിരുന്നു. എന്തിനെ കുറിച്ചാ മുതലാളി? മണിബന്ധനം സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ തന്നെ ഇത് ഏൽപ്പിക്കണം. എനിക്ക് എന്നേക്കാളും കൂടുതലായി വിശ്വസിച്ച് പറ്റുന്ന ഒരാളുണ്ട്. അങ്ങനെ ഇപ്പൊ ആരാ മുതലാളി? നീ തന്നെ നന്ദിച്ച. ഞാനോ? എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി വിശ്വസിക്കാവുന്ന ബിനാമി. ബിനാമിയോ? അതെ നന്ദിച്ച, നീ എനിക്ക് ബിനാമി, നിന്റെ മകൻ എന്റെ മകന്റെ ബിനാമി. ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്റെ മകൻ നിന്റെ മകനെയും വിശ്വസിക്കും. അതിന് ഈ മണിബന്ധനം ഇതിനു മുതൽ ഭദ്രമായി നിന്റെ മകന്റെ കയ്യിലിരിക്കണം. മുതലാളി തൃശ്ശൂർ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ? വളരുന്ന വടവൃക്ഷത്തെ മുളയിലെ തിരിച്ചറിയാനാവും. അവനാ യോഗ്യതയുണ്ട്. അവൻ എന്റെ മകനെയും സംരക്ഷിക്കും, ഒപ്പം അവനെയും സംരക്ഷിക്കും. ഈ മണിബന്ധനം അവൻ ഭദ്രമായി സംരക്ഷിക്കും. പിടിക്കും. ഇനി ഈ മഹാബന്ധനത്തിൽ നിന്നും ഈ നാഗത്തിന് പുറത്തു പോവുക അസാധ്യം. സാധ്യമേ അല്ലേ ഗുരുദേവ? എന്താ ഭദ്ര, ഈ അഖണ്ഡ ഗുരുവിന്റെ ശക്തിയിൽ നിനക്ക് സംശയമോ? സംശയമല്ല ഗുരുദേവ. ഈ മഹാബന്ധനം ഭേദിച്ച് ആ നാഗം ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ല എന്നുള്ളത് ഞാനും വിശ്വസിക്കുന്നു. എന്റെ ചോദ്യം എന്തെന്നാൽ, പുറത്തു നിന്നുള്ള മറ്റേതൊരു ശക്തിക്കും അത് തുറക്കുക സാധ്യമായിരിക്കും. ആരും തന്നെ വരട്ടെ, അവരിലുള്ള സകല ശക്തിയും പ്രയോഗിച്ചു നോക്കട്ടെ. എന്നെക്കാളും യോഗ്യരായ മാന്ത്രികർ വന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്തു മന്ത്രങ്ങളും പ്രയോഗിച്ചോട്ടെ, തന്ത്രങ്ങളും പ്രയോഗിച്ചോട്ടെ, യജ്ഞയാഗങ്ങളും നടത്തട്ടെ. ഇത് ഭേദിക്കുക അസാധ്യമാണ്. എന്നാൽ ഇത് ഭേദിക്കണമെങ്കിൽ ഈ ത്രയംബകൻ തന്നെ തീരുമാനിക്കണം. അല്ലാതെ ഈ നാഗത്തിന് പുറത്തു കിടക്കുക സാധ്യമേ അല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ നാഗത്തെ ജീവനോടെ സമാധി ചെയ്യുന്നത് പോലെ ആവില്ലേ? സംശയമേയില്ല. അപ്പോൾ പിന്നെ 1000 ആണ്ടുകൾ കഴിഞ്ഞാലും ജന്മജന്മാന്തരങ്ങൾ പിന്നിട്ടാലും ഈ നാഗത്തിന് മുക്തി ലഭിക്കുകയില്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ നാഗത്തിന് പുറത്തു കിടക്കാൻ മാർഗമുണ്ട്. അങ്ങ് എന്താണ് ഈ പറയുന്നത് ഗുരുദേവ? സത്യം തന്നെയാണ് പറയുന്നത്. സൂര്യഗ്രഹണമായിക്കോട്ടെ, ചന്ദ്രഗ്രഹണമായിക്കോട്ടെ, ആ ദിവസം ഏത് നക്ഷത്രമായിക്കോട്ടെ, ഏത് കാലവുമായിക്കോട്ടെ, പക്ഷേ ഗ്രഹണപക്ഷത്തിനും മോക്ഷപക്ഷത്തിനും നടുവിലുള്ള സമയത്ത് ഈ ബന്ധനത്തിലുള്ള നാഗത്തിന് പുറത്തു കടക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. എങ്ങനെ ഗുരുദേവ? ആ സമയത്ത് ഏതൊരു വ്യക്തിക്കും വന്ന് ഈ നാഗത്തെ പുറത്തെടുക്കാനാവില്ലേ ഗുരുദേവ? അങ്ങനെ ഒരു പ്രയത്നത്തിന് ആര് ശ്രമിച്ചാലും ആ ക്ഷണം തന്നെ ചുട്ട് ചാമ്പലാകും. അങ്ങനെ ഒരാൾ ഭൂമിയിൽ ഉണ്ടാകുമോ ഗുരു? ഈ സർപ്പത്തിന്റെ പ്രിയതമന്റെ ആത്മാവ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട്. ആ ആത്മാവ് കുടികൊള്ളുന്ന വ്യക്തി ആ അവസരത്തിൽ ഗ്രഹണകാലത്തിൽ ഈ പ്രഭാവലയത്തിനുള്ളിലെത്തിയാൽ നാഗലോകവും ഇവളും സമ്പർക്കത്തിലാവും. ഒരു വേള അവൾക്ക് നഷ്ടമായ മണിബന്ധനം ഈ വൃക്ഷത്തിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ വിത്ത് വളർന്ന് വൃക്ഷമാകുമ്പോൾ അതിൽ സ്പർശിച്ചാലും മതി, ഈ ദിഗ്ബന്ധനം തകർത്ത് പഴയതിലും ശക്തയായി അവൾ പരിണമിക്കുന്നതാണ്. അങ്ങനെ ഒരു സന്ദർഭം വരാതിരിക്കാനാണ് ഈ സ്ഥലം ദിഗ്വിജയനിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഞാൻ മറച്ചുവെച്ചത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചെങ്കിൽ വരൂ, പോകാം.
എന്നെ വലത് കൈ കാണിച്ച്. അല്ലാന്നേ, ഞാൻ എപ്പം മുതലേ ചോദിച്ചോണ്ടിരിക്കുക, അതെന്താന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രയാസം? ഏയ്, ഓരോന്നിനും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിനക്ക് സമാധാനാവില്ലല്ലേ? ഇത് നല്ല കഥയായല്ലോ. എന്റെ മകന്റെ കയ്യിൽ എന്തോ കൊണ്ടുവന്നിടുന്നത് അവന്റെ അമ്മയായി എനിക്ക് ചോദിക്കാൻ അവകാശമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്ക്, ഞാൻ എന്ത് ചെയ്താലോ നല്ലതിനായിരിക്കുന്നത് നിനക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് അറിയാൻ ചേട്ടാ. അപ്പൊ കുറച്ച് മിണ്ടായിരിക്കാൻ പഠിക്കും. അച്ഛാ, ഇത് വളരെ നല്ലതാ. ആണോ മോനെ? ഗുഡ്, പോയി കളിച്ചോ. ശരി അച്ഛാ. നമ്മൾ ആ നാഗമാണിക്യം കരസ്ഥമാക്കിയിട്ട് ഇപ്പൊ 23 വർഷങ്ങൾ കഴിഞ്ഞു. നാഗമാണിക്യം കിട്ടിയതിൽ പിന്നെ നമ്മുടെ എല്ലാം ജീവിതം നന്നായില്ലേ? യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ് ദിഗ്വിജയ്. എന്റെ മകൾ പണ്ടൊരു ചെറിയ ക്ലിനിക്കല്ല നടത്തിയിരുന്നത്. അതിപ്പോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി മാറ്റിയില്ലേ? ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ അച്ചീവ്മെന്റ്. അതെ, പബ്ലിക് ടോയ്ലറ്റ് മൊത്തം കോൺട്രാക്ട് എടുത്തിരുന്ന ഞാനിപ്പോ നാഷണൽ ഹൈവേ വരെ കോൺട്രാക്ട് എടുക്കുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. വെരി ഗുഡ്. നമ്മൾ മാത്രമല്ല, സാമ്രാട്ട്, ഭൂപതി, ദണ്ഡപാണി എല്ലാവരും അവരുടെ ബിസിനസ്സിൽ ഇമ്പ്രൂവ് ആയില്ലേ? ഇതിനെല്ലാം കാരണം ആ നാഗമാണിക്കാണ്. എല്ലാം മാറിപ്പോയി. ഒരേ ഒരു കാര്യം മാത്രം ഒഴിച്ച്. ദണ്ഡപാണിയുടെ മുണ്ട്. ദിഗ്വിജയ്, അവന്മാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയാണ്. അല്ലെന്നേ, 3 പേരും പന്നകളാ. അല്ല, നമ്മളെ കൂടാതെ ആമാര് പോയില്ലേ? അത് ബാങ്കോക്കിലേക്ക്, എന്റെ ഫേവറേറ്റ് സ്ഥലം. ഇവിടെ അടിപൊളിയല്ലേ? സന്തോഷമായിരിക്കേ. മണ്ടന്മാര്. അതിന് അവിടുത്തെ ഫുഡ് ഇവിടെ കിട്ടുമോ? എന്താ ദിഗ്വിജയ്, ആക്ച്വലി ആ ആണ്ണാകത്തെ കൊന്നതിന് ശേഷം നമുക്ക് എന്തൊക്കെയോ സംഭവിക്കുമെന്നല്ലേ ആ ഗുരുക്കൾ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതും ശരിയാണ്. അല്ല, നിന്റെ മകന്റെ 9ാം പിറന്നാളിന്റെ അന്ന് ഒരു പെൺകുട്ടി വന്നിരുന്നില്ലേ? ആ യെസ് യെസ്, ആ കുട്ടിയാണ് നാഗകന്യ എന്നറിഞ്ഞപ്പോൾ ഗുരുക്കൾ അവളെ ബന്ധനസ്ഥയാക്കിയില്ലേ? ദിഗ്വിജയ്, അതിനുശേഷവും എനിക്ക് രാത്രികളിൽ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാ ഒന്ന് ഉറങ്ങിയിരുന്നത്. ആ ഗുരുക്കൾ അവളെ ബന്ധനസ്ഥയാക്കിയെന്ന് ഉറപ്പുണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും എനിക്ക് പേടിയാകുമായിരുന്നു. ആ ഭയം മാറുവാൻ 5-6 വർഷമെടുത്തു. ശരിയാ, ഞാൻ ആ സമയത്തൊന്നും വീടിന് പുറത്തേ ഇറങ്ങാറില്ലായിരുന്നു. വീട്ടിൽ തന്നെ ലോക്കായി പോയി. ആ ദിഗ്വിജയ്, അന്നു മുതലേ നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ആ നാഗകന്യകയെ എവിടെയാണ് ഗുരുക്കൾ ബന്ധിച്ചിരിക്കുന്നത്? എനിക്കും അറിഞ്ഞൂടാ. ഞാൻ വിശ്വസിക്കില്ല. ഗുരുക്കൾ ആ വിഷയം ആരോട് പറഞ്ഞില്ലെങ്കിലും നിന്നോടെന്തായാലും പറഞ്ഞിരിക്കും. അതെ ദിഗ്വിജയ്, പറയൂ, ആ നാഗകന്യകയെ എവിടെയാണ് ബന്ധനസ്ഥയാക്കിയിരിക്കുന്നത്? നമ്മൾക്കുള്ള ഈ വൃത്തികെട്ട ക്യൂരിയോസിറ്റിയെ പറ്റി അദ്ദേഹം അറിഞ്ഞിരിക്കും. അതുകൊണ്ടാവും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടോന്ന് ആർക്കറിയാം? നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കും പറയാം, ആരോ പറഞ്ഞുവെന്ന് നിനക്കും പറയാം. അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എനിക്ക് മാത്രമല്ല, നിങ്ങളെയും അത് ബാധിക്കും. Am I right? അതൊന്നും നടക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയുന്ന ഗുരുക്കൾ ഈ കാര്യം മാത്രം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൾ എവിടെയായാലും എങ്ങനെയിരുന്നാലും നിങ്ങൾക്ക് മാത്രം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്.
ത്രികാല ഗുരുദേവ, എന്താണ് ഈ മുഴക്കം? പ്രകൃതി കാണിക്കുന്ന ഈ ലക്ഷണങ്ങളൊക്കെ എന്തിന്റെ സൂചനയാണ്? നാഗമാത നിരന്തരമായ 14 വർഷത്തെ പരിശ്രമത്താൽ തെളിയുന്നതാണ് ഈ വെളിച്ചം. ഇനിയുള്ള പ്രകാശത്തിന്റെ സൂചന. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം ശിവാനി ഇരിക്കുന്ന സ്ഥലം തെളിയാറായിരിക്കുന്നു. അതെയോ? പരമേശ്വര, പിന്നെയും പിന്നെയും നീ കരുണ കാണിക്കുന്നു. നീലി, വന്നപ്പോ നിങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നല്ലോ. നാഗത്തിന്റെ വിഷയം കേട്ടപ്പോ പെട്ടെന്നെന്തോ ഒരു വല്ലായ്മ. ഗുരുക്കള് ആ നാഗകന്യകയെ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കട്ടെ. ആ കാര്യം ഒന്ന് വിട്ടുപിടി, മറന്നുകളാ. അത് ശരിയാ. എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, ബിസിനസ് എല്ലാം നന്നായിട്ട് നടക്കുന്നില്ലേ? സന്തോഷത്തോടെ ജീവിക്കുമ്പോ നാഗത്തെപ്പറ്റി നമ്മളെന്തിനു ചിന്തിക്കണം? അത് കളാ. എനിക്ക് പാമ്പിനെ പറ്റി ചിന്തയേ ഇല്ല സാമ്പ. ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് എന്റെ ചിന്ത. പ്രോപ്പർട്ടിയോ? ഏതാ? എവിടാ? പറ, ഡീൽ ചെയ്ത് കളയാം. വേദാവതി നഗറിൽ ഞാനൊരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരുന്നു. യു പീപ്പിൾ റിമെമ്പർ? അതൊരു മനോഹരമായ സ്ഥലമല്ലേ? ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അവിടെ എന്താ പ്രോബ്ലം? ആ പ്രോപ്പർട്ടി സെയിലും ആവുന്നില്ല, അവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. മൊത്തത്തിൽ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിപ്പോയി. ദാറ്റ്സ് ദ വറി. അതിന് മാത്രം പ്രോബ്ലം എന്താ ഉള്ളത്? ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പ്രോബ്ലം ഈസ് നോട്ട് അബൌട്ട് ദ ഡോക്യുമെന്റ്സ്. അവിടെ ഒരു ഗോസിപ്പ് നടക്കുന്നുണ്ട്. അവിടെ പഴയ കാലത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നുവെന്നും അത് പൊളിച്ചിട്ടാണ് ഈ വീട് കെട്ടിയതെന്നും ഒക്കെ. സോ അത് ആര് വാങ്ങിയാലും എന്ത് ബിസിനസ് ചെയ്താലും ഒന്നും തന്നെ കരകയറില്ല എന്നൊരു വിശ്വാസം വന്നിരിക്കുന്നു. സോ അത് വാങ്ങാനായിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. അല്ല ദിഗ്വിജയ്, അത് കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി അല്ലേ? മറ്റുള്ളവർ വിടൂ, നിനക്ക് തന്നെ എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? ഐ ട്രൈഡ് എ ലോട്ട്. ആവുന്നില്ല. എന്തേ? അത് നാഗങ്ങളുടെ സ്ഥലമാണ്. പകല് രാത്രിയൊന്നുമില്ലാതെ എപ്പോഴും നാഗങ്ങൾ എഴിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത്ര പേടി. 6 വർഷമായിട്ട പ്രോപ്പർട്ടി വിൽക്കാനിട്ടേക്കുക. വാങ്ങാൻ പക്ഷെ ആരും വരുന്നില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ നാഗങ്ങളുടെ കാര്യം പറഞ്ഞ ആളുകൾ തിരിച്ചയക്കും. മുതലാളിക്ക് അത് മാത്രം ഒരു വിഷമം. 1 or 2 അല്ലല്ലോ, ഒരുപാട് കോടി മുടക്കിയല്ലേ. അതൊക്കെ വിടും നന്ദീശ. എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ആവുന്ന പോലെ ഇതും ഒരു ദിവസം അങ്ങ് സോൾവ് ആയി പൊക്കോളും. എന്താടാ, മുടിയൊക്കെ നിറച്ചല്ലോ. എന്താ, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ ഇപ്പൊ? നോവേ, ചാൻസേ ഇല്ല. ഇത്ര സുന്ദരമായ പ്രപഞ്ചത്തിലെ ഇത്ര സുന്ദരികളായ തരുണീമണികൾ ഉള്ളപ്പോ ഞാൻ അവരോടൊന്നും കമ്പനി അടിക്കാതെ ഏതെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിലിരിക്കാൻ പറ്റുമോ? സാമ്പ, മകനെ എന്താ ഡോക്ടറാക്കാനാണോ പരിപാടി? എന്റെ ആഗ്രഹം അവനെ ഡോക്ടറാക്കാനായിരുന്നു. അതിനിപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കൂ. ഫാഷൻ ഡിസൈനിങ്ങിന് പോകണമെന്ന് പറയുന്നു, മോഡലിങ്ങിനും പോകണമെന്ന് പറയുന്നു. അതിനെന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മക്കൾക്ക് എന്ത് ചെയ്യാനാണോ ഇഷ്ടം അതിനവരെ അങ്ങ് വിട്ടുകൊടുത്തേക്കണം. ദാറ്റ്സ് ഓൾ. ത്രിവിക്രമന്റെ വിദേശത്തെ പഠനമെല്ലാം കഴിഞ്ഞായിരുന്നു. അവനിപ്പോ എന്താ ചെയ്യുന്നേ? ഹി ഈസ് ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇൻ ദി സിറ്റി. നമ്മളെ പോലെ ഇപ്പൊ എവിടെയെങ്കിലും പാർട്ടി നടത്തുന്നുണ്ടാവും നന്ദീശന്റെ മകൻ തൃശൂലിനൊപ്പം. Repeat. Repeat. ഒരേ പാട്ടിനെ നീ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? സോങ് റിപ്പീറ്റ് ചെയ്യടാ. ഇപ്പൊ തന്നെ 10 പ്രാവശ്യം പ്ലേ ചെയ്തില്ലടാ. ഇനി നിനക്ക് എത്ര പ്രാവശ്യം പ്ലേ ചെയ്യേണ്ടി വരും? തൃപ്തിയാവുന്നവരെ. എനി പ്രോബ്ലം?
തൃപ്തിയാവണമെങ്കിലേ നീ സ്വന്തം ഏരിയ പോയി പാർട്ടി നടത്ത്. ഇത് ഞങ്ങളുടെ ഏരിയ. ഈ ത്രിവിക്രമൻ ഒരു വൈഫൈ പോലെയാണ്. അതിന്റെ സിഗ്നൽ എവിടെ വരെ റീച്ച് ആകുന്നുണ്ടോ അതല്ല എന്റെ ഏരിയ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് കൽപ്പിക്കുന്നു അത് മാത്രമേ നടക്കുള്ളൂ. ഹേയ്, ഞാൻ പറഞ്ഞ പാട്ട് പ്ലേ ചെയ്യണം. ചിൽ ബ്രോ, ചിൽ. സംസാരിക്കാനുള്ളത് സംസാരിച്ചു തീർക്കണം. അതിന് പകരം നീ എങ്ങാൻ എന്റെ കൊച്ചുമുതലാളുടെ ദേഹത്ത് കൈ വെച്ചാ പിന്നെ ഇതായിരിക്കും നിന്റെ അവസ്ഥ. അതെ ബോസ്, ജസ്റ്റ് റിലാക്സ്. 2 മിനിറ്റ് ഇതാ വന്നു. ഒരു മിനിറ്റ് ഇതാ വരുന്നു. എന്താ ബോസ്? അതെ ബോസ്, എല്ലാം ഓക്കെ അല്ലേ? ഐസ്? അയ്യോ ഐസ് ഐസ്. ഇതാ ബോസ് ഐസ്. 1 2 3. ഇനി ആർക്കും അടി വേണ്ടെന്ന് വെച്ചാൽ വേഗം വാടാ. ടച്ചിങ്സിന് ഇതാ തന്തൂരി ചിക്കൻ. എങ്ങനെയുണ്ട്? ഫ്രഞ്ച് ഫ്രൈസ്. ജസ്റ്റ് മിനിറ്റ്. അതെ, ഫ്രഞ്ച് ഫ്രൈസിന് താങ്ക് യു. നോക്കി കഥ കഴിക്കുന്നേ. അണ്ണാ ഇതാ വാച്ച്. ബ്രോ, ഒരു കാര്യം പറയാം, അത് ശരിക്ക് കേട്ടോ. വാക്ക് വാക്കായി തന്നെ ഇരിക്കണം. ചുമ്മാ എന്റെ ബോസിന്റെ നേർക്കെങ്ങാനും കൈ ഓങ്ങിയാ എന്റെ കാര്യം തീരുമാനമാക്കുമെന്നറിയാം.